അവരോടൊപ്പം. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഭൂരിപക്ഷത്തിന് ന്യൂനപക്ഷത്തിന് കിട്ടുന്ന എല്ലാ അവകാശങ്ങളും ഭൂരിപക്ഷത്തിനും കിട്ടണമെന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. ഒരു സംശയവും വേണ്ട. ഇല്ലെങ്കിൽ കേരളത്തിലെ ഹൈന്ദവ സമുദായത്തിന് 20 കൊല്ലത്തിന് ശേഷം സംവരണം ഏർപ്പെടുത്തേണ്ടി വരും സവർണരായ ഞങ്ങൾക്ക്. സവർണരാണെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഞങ്ങൾ അധികം വരുന്നില്ല, കാണാൻ ഹുസൈനൊക്കെ തന്നെ ലേശം കണ്ടത്താണ്. ബാക്കിയുള്ളവരൊക്കെ വലിയ മോശം, ബാക്കിയുള്ളവരൊക്കെ അത്യാവശ്യം മനസ്സിലൊക്കെ സവർണ നായകരൊക്കെ ഉണ്ട് പലരും. അപ്പൊ ആ നിലയ്ക്ക് അഭിനവ നായകന്മാരായി ഞങ്ങളെ ഇട്ടുകൊണ്ട് ഞങ്ങളുടെ സംവരണമൊക്കെ ഏർപ്പാടാക്കും. ഞങ്ങളുടെ മന്ത്രിസഭ വരെ പോലെ സംവരണം തിരിച്ചു കൊടുക്കാമല്ലോ. അപ്പൊ ഈ പറഞ്ഞു വരുന്നതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ പശ്ചാത്തലത്തിൽ, കേരളത്തിലെ വിദ്യാഭ്യാസ പശ്ചാത്തലത്തിൽ ന്യൂനപക്ഷമാണ് ഭൂരിപക്ഷം എന്നുള്ള വസ്തുത മറന്നുകൊണ്ട് ഇവിടുത്തെ ആരും അഹങ്കരിക്കരുത് എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. അതുകൊണ്ടാണ് ഞാൻ LDF ഗവൺമെന്റ് അധികാരത്തിൽ വന്നത്. ഒരു മിനിറ്റ് കൊണ്ട് ഞാനത് പറഞ്ഞാൽ ഒരു പാരോടിച്ചിരിക്കുന്നത്. ഞാനും LDFുമായിട്ടുള്ള ചർച്ച ആകെ 2 മിനിറ്റാണ്. ഒരു തർക്കം ഉണ്ടായില്ല. കാരണം ഞാൻ വിളിച്ചത് പറഞ്ഞാൽ ഇങ്ങോട്ടൊന്നും പറയാനുണ്ട്, ഒന്നും പറയാനില്ല. അപ്പൊ 50% സീറ്റ് നിങ്ങൾ എടുത്തോ, അതെന്താണെന്ന് സംവരണ തത്വങ്ങളനുസരിച്ച് നിങ്ങൾ കൊടുത്തോളൂ, യാതൊരു പ്രശ്നമില്ല, ഞങ്ങൾ ചെയ്യാറാണ്. ഞങ്ങൾ അങ്ങോട്ട് കയറി പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ന്യൂനപക്ഷ അവകാശം എന്ന് പറഞ്ഞിട്ട് ഇന്ന് ഇന്ത്യയിൽ മൊത്തത്തിൽ കച്ചവടവും വർഗീയവൽക്കരണവും നടക്കുന്നുണ്ട് എന്ന് വെച്ചപ്പോൾ കച്ചവടം നടത്തുന്നത് ഞാൻ പറഞ്ഞു, വർഗീയവൽക്കരണം നടത്തുന്നത് താഴത്തും പോകട്ടെ. അവരെന്താണെന്ന് വെച്ചാൽ അവർക്കെതിരായിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ കൂടെ തന്നെ വർഗീയത, ന്യൂനപക്ഷ വിരുദ്ധ സെമിനാറുകളായി, പിന്നെ മറ്റേ ചർച്ചകളായി, മറ്റേ ജാഥകളായി, അതിനെ കൂടുതൽ നമ്മളെ കൂടുതൽ കുറെ നേതാക്കന്മാരുണ്ട്. ഇവിടെ നേതാക്കന്മാരുണ്ട്. അവരുടെ വിചാരത്തിലേക്ക് കുറെ വോട്ടുണ്ടെന്ന് തേങ്ങേണ്ടി വരും. അവരൊന്നും ഒരു വോട്ടില്ല. ഞാൻ വ്യക്തമായി പറഞ്ഞുതരാം, കേരളത്തിൽ ഒരു മതസംഘടനയുടെ കയ്യിലും വോട്ടില്ല. കാരണം എന്താ പറയുക, ഞങ്ങളുടെ യുവതലമുറ വന്നിട്ടുള്ള അതിന്റെ താഴത്തെ തലമുറയുണ്ട്. അവരാരെങ്കിലും ഇവരെ കൈ കൂട്ടാൻ നടത്തുന്നു ഇല്ല. കേരള യാത്രക്ക് മുന്നോട്ടും പോവാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ കേരള യാത്രയൊന്നും വോട്ടായിട്ട് ചെയ്യുന്നുള്ള ധാരണാക്കും വേണ്ട. അങ്ങനെ ആർക്കില്ല വോട്ട്, ഒരാളെ പറ്റിയിട്ടല്ല പറയുന്നത്, ആർക്കില്ല വോട്ട്. ഉണ്ടെന്നുള്ള മിഥ്യകൾ നിങ്ങൾ സൃഷ്ടിക്കണം. ഉദാഹരണമായിട്ട് ഒരു നായർക്ക് മന്ത്രിയോളം, അപ്പോൾ തന്നെ അയാൾ പറയും കോഴിക്കോട് സീറ്റ് കാലാകാലം നായകന്മാർക്കായിരുന്നു KG വഴിയോടി, പി ശങ്കരൻ, പിന്നെ മുരളീധരൻ, അങ്ങനെയൊക്കെ ആണെങ്കിൽ മനസ്സിലായില്ല. ഞാൻ ഒരു നായകൻ ഉണ്ട് എന്ന് മറക്കണ്ട. പിന്നെ നേരാടെ പോയി കിടക്കാണ് അവിടെ ഡൽഹിയിൽ ആ സീറ്റ് വാങ്ങാൻ വേണ്ടി. സംഭവം എന്താ, ഈഴവ മുജാഹിദിയായിട്ടുള്ള കോഴിക്കോട് അസംബ്ലി നിയോജക മണ്ഡലത്തിൽ ഈഴവനായിട്ടുള്ള PV ഗംഗാധരനെ തോൽപ്പിച്ചുകൊണ്ട് നായരായിട്ട് പ്രദീപ് കുമാർ ജയിച്ചു. അവിടെ ഭൂരിപക്ഷം ആൾക്കാർ ഈഴവരാണ്. ഇവിടെ പിന്നെ ലീഗേരോ. അപ്പൊ ഇതാണ് ജനങ്ങളുടെ ഇടയിൽ ഇതൊന്നുമില്ല. ഇതൊക്കെ മീഡിയകളൊക്കെ വരുന്ന ജനങ്ങളുടെ ഇടയിൽ തെറ്റിദ്ധാരണകരമായിട്ട് പറ്റുന്ന ചില കാര്യങ്ങൾ ന്യൂനപക്ഷത്തിന് ഇങ്ങനെ ഉണ്ട്. അപ്പൊ അതാണ് ഞാൻ അപ്പൊ പറഞ്ഞു വരുന്നത്. ഒരു ഭാഗം ഞാൻ പറഞ്ഞു. രണ്ടാമത്തുള്ള ഒരു ഭാഗം വരാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നടക്കുന്ന ചില പ്രശ്നങ്ങളാണ്. ഇപ്പൊ നടക്കുന്ന പ്രശ്നങ്ങളിൽ ന്യൂനപക്ഷ റിസർവേഷൻ, അതിൽ ഒരുപാട് സെമിനാറുകൾ നടത്തി ഞാനിരിക്കും. എനിക്ക് വരെ തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു. എന്താണ് തെറ്റിദ്ധാരണ എന്ന് പറഞ്ഞാൽ, എങ്ങനെയാണ് ഈ ന്യൂനപക്ഷ സംവരണം വരുന്നതെന്ന് മനസ്സിലാക്കണം. തെറ്റായ ധാരണയാണ് കേരളത്തിൽ ഇന്ത്യയിലെ സകല ക്രിസ്ത്യാനിക്കും സകല മുസ്ലിമിനും ന്യൂനപക്ഷമുള്ളൂ. ഇല്ല. സുരിയൻ കത്തോലിക്കലും റോമൻ കത്തോലിക്കലും ഒന്നും ആർക്കായിരിക്കും റിസർവേഷൻ ഇല്ല. അതേമാതിരി തന്നെ വടക്കേ ഇന്ത്യയിലെ ഷെയ്ഖുമാർ, റസൂലിന്റെ കുടുംബത്തിൽപ്പെട്ട സെയ്ദുമാർ, പട്ടാൻമാർ, അവർക്കാർക്കും സംവരണമില്ല. ആര് പറയുന്നു? ഞാനല്ല പറയുന്നു. ഇന്ത്യയിൽ സംവരണം ഉണ്ടെന്ന വിദേശി പ്രസാദ് മണ്ഡൽ, അദ്ദേഹത്തിന്റെ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടിൽ അദ്ദേഹം പറയുന്നു 100 ഹിന്ദുക്കൾ ഉണ്ടെങ്കിൽ 52 പേർ 1930 സെൻസസിന്റെ വെളിച്ചത്തിൽ അവർ പിന്നോക്ക സമുദായങ്ങളിൽ പെടുന്നു. അതേമാതിരി തന്നെ മുസ്ലിമുകളിൽ ഏകദേശം അതേപോലാണ്, വലിയൊരു വ്യത്യാസമില്ല. കാരണം ഈ മതം മാറ്റം എല്ലാ ലെവലിലും നടന്നിട്ടുണ്ട്. അതിന്റെ വെളിച്ചത്തിൽ മുസ്ലിമുകൾക്ക് പേര് നൽകുന്നു. എന്താണ്? സവർണർ, അഷ്റഫ്. ഇവിടേക്ക് അഷ്റഫൊന്നുമല്ല, അതിന്റെ ലോക്കൽ അഷ്റഫാണ്. ഇവിടെ ആരെങ്കിലും മോഹൻ കൊണ്ടാണ് ഞമ്മളോ അഷ്റഫാണ് വേണ്ട, OBC ശരി, അത് പേര് അഷ്റഫ്. രണ്ടാമത് OBC അല്ലെങ്കിൽ അഖിലം. മൂന്നാമത്തത് SC/ST അല്ലെങ്കിൽ അസ്റാൽ. അപ്പൊ ഞങ്ങളെ മതപണ്ഡിതന്മാരൊക്കെ ചാടിക്കുന്നു. അങ്ങനെ ഇസ്ലാമിലൊന്നും പറയട്ടെ. ഇസ്ലാമിൽ പറഞ്ഞ കാര്യത്തിൽ ഇവിടെ പറയുന്നത്
ഇവിടെ ഇസ്ലാം എന്ന വിഷയം ഇവിടെ കമ്മ്യൂണിറ്റിയായി തിരിച്ചിരിക്കുകയാണ്. എംഎ കത്തോലിക്കൻ, പക്ഷെ ലത്തീൻ കത്തോലിക്കൻ അഥവാ മുക്കുവൻ. ഞാൻ പറഞ്ഞത് അതാണ്. കത്തോലിക്കൻ തന്നെ പോപ്പും മാർപ്പാപ്പയും കത്തിനാലും ഒന്ന് തന്നെ ഒരു അംശമില്ല. പക്ഷെ 30 OBCയും പൗവത്തില് കൊറോഡോ. അതേമാതിരി ഇത്ര ഡയലോഗ് അടിക്കുന്ന ഫസൽ ഗഫൂർ ഡൽഹിയിൽ പോയാൽ പറയും പസ്മണ്ണ, അതായത് OBC മണ്ണനല്ല പസ്മണ്ണ, OBC നടത്തണം അവിടുത്തെ ഭാഷയിൽ. ഇത് പസ്മണ്ണ സമുദായത്തിൽപ്പെട്ട ഫസൽ ഗഫൂറാണ് OBC. അപ്പോ അവിടെ നോക്കുന്നത് എങ്ങനെയാ, ലോഹ ഉദാഹരണമായിട്ട് ആശാരി അല്ലെങ്കിൽ ഡോബി അല്ലെങ്കിൽ മുക്കുവ, ഇവരേത് മതത്തിൽ ഏത് മതത്തിൽപ്പെട്ടവരായാലും, ക്രിസ്ത്യാനി ആയാലും നായരായാലും, ക്രിസ്ത്യാനി ആയാലും മുസ്ലിം ആയാലും സിഖ് ആയാലും, ഉദാഹരണമായിട്ട് നിങ്ങൾ അറിവ് പറയുന്നത് പല കാര്യങ്ങളുണ്ട്. നമ്മുടെ ബൂട്ടാ സിഖ്, അദ്ദേഹം ഒരു എസ്-ടിയാണ്. അദ്ദേഹം എസ്-ടിയാണ്, ഷെഡ്യൂൾഡ് കാസ്റ്റ് സിഖ്, അതർവൈസ് മസബി സിഖ് എന്ന് പറയും. അദ്ദേഹം എസ്-ടിയാണ്. സെയ്സേൽ നേരത്തെ ഞാൻ പറഞ്ഞ എസ്-ടിയാണ്. നമ്മുടെ കേന്ദ്രമന്ത്രി സെയ്സേൽ എസ്-ടിയാണ്, ഷെഡ്യൂൾഡ് ട്രൈബ്. അപ്പൊ അതേമാതിരി മുസ്ലിങ്ങളുടെ ഇടയിലും അവർക്ക് മാത്രമാണ് സംവരണം. അത് നമ്മൾ പലരും അംഗീകരിക്കുന്നില്ല. കിതാബിലില്ലാന്ന് പറയും. കിതാബ് മണ്ഡൽ കമ്മീഷനെ എന്താ പറഞ്ഞത്? കിതാബ് വേറെ, മണ്ഡൽ വേറെ. മണ്ഡൽ കിതാബിനെ പറ്റി കേട്ടാണ് 30 ബീഹാർ മുഖ്യമന്ത്രിക്കായി ഇറങ്ങിച്ചേർന്ന് അവസാനിക്കുന്ന ചാൻസ് കിട്ടിയാണ് കമ്മീഷനിൽ വരാൻ. 6 ദിവസം ഒരു മുഖ്യമന്ത്രിയോ ഇപ്പൊ പുറത്താക്കി, OBC ഞാൻ പുറത്താക്കി ഈ മണ്ഡലില്. അപ്പോ അതിനനുസരിച്ചിട്ട് ആണ് ഈ സംവരണം വന്നത്. അപ്പൊ ആ സംവരണം എങ്ങനെ വെച്ചാൽ 27% ഈ സംവരണം. കേരളത്തിലെ സംവരണം ഇതുകൂടെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ കേരളത്തിന്റെ സംവരണത്തിനുള്ളിൽ ഉപസംവരണം 25% ഉണ്ടെങ്കിൽ അതിൽ 9% ഈഴവ, 8% മുസ്ലിം. ഇതിലതില്ല. അതിന് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു സെൻട്രൽ ലിസ്റ്റാണ്. ഒരുപാട് ജാതി പറഞ്ഞു. ഇതിനൊക്കെ അങ്ങനെ നമ്മൾ ഡിവൈഡ് ചെയ്യും കേന്ദ്രത്തിൽ. കേരളത്തിൽ ഭാഗ്യ വെച്ചാൽ ഈഴവ, പിന്നെ അത് ഈസിയായി മുസ്ലിം തീർന്നു. അതങ്ങനെയല്ല. അപ്പൊ അവരെന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരിതിനെ 27 എല്ലാം ഒരുമിച്ചാക്കി ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇതിന്റെ ഇടയിൽ ഞാൻ കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്. ഇവരൊക്കെ എത്ര വലിയ കാസ്റ്റ് പൊളിറ്റിക്സ് പറയുന്നുണ്ട്, അതിന്റെ രസമല്ല. BJP അടങ്ങിയ ജനതാ പാർട്ടിയാണ് മണ്ഡൽ കമ്മീഷനെ നിയമിച്ചത്. ആ റിപ്പോർട്ട് 10 കൊല്ലം പൂട്ടിവെച്ചു. 10 കൊല്ലമാണ് പൂട്ടിവെച്ചത്. റിപ്പോർട്ട് എടുത്തില്ല. ആരെ പൂട്ടിവെച്ചെന്നൊക്കെ എല്ലാവരും ആദ്യം പറയാൻ ആഗ്രഹിക്കുന്നത്. നമുക്കെല്ലാം പ്രിയ കഴിയും വലിയൊരു നേതാവിന്റെ മകളുമായിട്ടുള്ള അങ്ങനെ 16 കാണിച്ചാലും മാധ്യമത്തിൽ എഴുതുന്ന മൈത്രമാണ്. അപ്പോ അവർ പൂത്തിവെച്ചു.